എവർ ഫോൾ ഇൻ ലവ് വിത്ത് സംവൺ കംപ്ലീറ്റ് ഔട്ട് ഓഫ് യുവർ ലൈക്ക്? എല്ലാവർക്കും ഉണ്ടാവില്ല ഇതുപോലൊരു സീക്രട്ട് ഫെയറി ടെയിൽ സ്വപ്നം. എന്നാൽ ആ സ്വപ്നം റിയാലിറ്റി ആയാലോ? എനിക്ക് തോന്നുന്നു അതാണ് നോട്ടിംഗ് ഹില്ലിലെ മാച്ച്. ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയ ഒരു ട്രാൻസിഷൻ ഷോട്ട് ഓർമ്മയുണ്ടോ? ഹ്യൂ ഗ്രാൻഡ് ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്നു. അത് പാരലലി കവർ ചെയ്യുന്നൊരു ഷോട്ടാണ്. എന്നാൽ ആ ഷോട്ട് തീരുമ്പോഴത്തേക്കും ഒരു വർഷം തീരുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് എ ഇയർ ലേറ്റർ ദേ ക്രിയേറ്റഡ് ദിസ് ഷോട്ട്. 90കളിലെ ലണ്ടനിലെ സ്ട്രീറ്റുകൾ ഇന്നൊരു ലിറ്ററേച്ചർ വേൾഡിന്റെ അഡീഷൻ പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ട്രീറ്റിൽ വലിയ മെച്ചമൊന്നുമില്ലാത്തൊരു ബുക്ക് ഷോപ്പ് നടത്തുന്ന വില്യമിന്റെ ജീവിതത്തിലേക്ക് അന്ന സ്കോട്ട് എന്ന ഹോളിവുഡ് നടി കടന്നു വരുന്നതോടെയാണ് സിനിമ മാറുന്നത്. വളരെ ഓക്വേർഡായ ഒരു എൻകൗണ്ടർ, അത് പതിയെ ഒരു ലവ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പായി മാറുന്നു. ജൂലിയ റോബർട്ട്സ് ആണ് അന്ന സ്കോട്ടെ അഭിനയിച്ചിരിക്കുന്നത്. ഹ്യൂ ഗ്രാൻഡ് ആണ് വില്യം. ഈ സെലിബ്രിറ്റി ലൈഫിലെ ഫെയിമും വില്യമിന്റെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളും ഒരുമിച്ച് പോകുമോ എന്നതാണ് സിനിമയിലെ ക്യൂരിയോസിറ്റി. ബേസിക്കലി ഇവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു പോകാൻ പറ്റുമെന്നത്. ഇതൊരു ബ്യൂട്ടിഫുൾ ലവ് ലെറ്ററുമാണ്. ഈ ആക്സിഡന്റൽ, സർപ്രൈസിങ്, അതുപോലെ തന്നെ ടൈംലെസ് ആയ റിലേഷൻഷിപ്പുകൾക്കുള്ള ഒരു ലവ് ലെറ്റർ. വളരെ സിമ്പിളായ, അത്ര തന്നെ ഈസിയായ, ഇമോഷണലി ആദ്യ ഫ്രെയിം മുതൽ കണക്ട് ആക്കുന്ന റിപ്പീറ്റ് വാച്ചിൽ ഒരു റിഫ്രഷ് ബട്ടണായ സിനിമ. ഐ എം ജസ്റ്റ് എ ഗേൾ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ബോയ് ആസ്കിങ് ഹിം ടു ലവ് ഹെർ. ഇത് സിനിമയിലെ ഐക്കോണിക് ആയ ലൈനാണ്. ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് ഉറപ്പാണ്. ഉറപ്പായും കണ്ടു തീരുമ്പോൾ നിങ്ങളുടെ റിഫ്രഷ് ബട്ടണായി മാറും നോട്ടിംഗ് ഹിൽ.